നമസ്കാരം. പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഏതൊരു വ്യക്തിയാണ് എങ്കിലും അവരുടെ മനസ്സിൽ കളങ്കമില്ലാതെ പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ തീർച്ചയായും സകല ദുരിതങ്ങളിൽ നിന്നും, വിഷമതകളിൽ നിന്നും, അല്ലെങ്കിൽ അവരെ ബാധിച്ചിരിക്കുന്നതായ ഭയത്തിൽ നിന്ന് പോലും അവർക്ക് സംരക്ഷണം നൽകുന്ന മൂർത്തിയാണ് സാക്ഷാൽ മുരുകൻ. മുരുകസ്വാമിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇവിടെ പരാമർശിക്കുന്നത്. ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ അവർക്ക് ഒരിക്കലും ഭഗവാൻ കൈവിടില്ല എന്നൊരു ഉറപ്പ്, അത്തരമൊരു കാര്യം ഏവരുടെയും ജീവിതത്തിൽ അനുഭവവേദ്യമാകുന്ന കാര്യം തന്നെയാണ്. ഉദ്ദിഷ്ടകാര്യസിദ്ധി, രോഗശമനം, കുടുംബസൗഖ്യം, ശത്രുദോഷങ്ങളിൽ നിന്നും ഉയർച്ച, അതായത് ശത്രുദോഷങ്ങളെ തരണം ചെയ്ത് ഉയർച്ച നേടുക, ഭഗവാന്റെ അനുഗ്രഹത്താൽ ഇത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ ഭക്തർക്ക് സാധ്യമാകുന്ന സാഹചര്യമാണ് ഉള്ളത്. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ മറഞ്ഞിരിക്കുന്നതായ നിരവധിയാർന്ന ശത്രുക്കൾ ഉണ്ടാകാം. അവരെ പരാജയപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അവർക്ക് മേൽ വിജയങ്ങൾ നേടുവാൻ, പരാജയങ്ങൾ ഒഴിഞ്ഞു പോകുവാനും വിജയങ്ങളിലേക്ക് നിങ്ങളെ നയിക്കുവാനും എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടതായ കാര്യം, ഒരു നിമിഷം സാക്ഷാൽ മുരുകസ്വാമിയെ, നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയെ, മുരുകസ്വാമിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഇവിടെ തന്നിരിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതായ നമ്പറുകളിൽ ഒരു നമ്പർ തിരഞ്ഞെടുക്കുക. ഇവിടെ 5 നമ്പറുകളാണ് തന്നിട്ടുള്ളത്. 1 മുതൽ 5 വരെയുള്ള 5 നമ്പറുകൾ. ഈ നമ്പറുകളിൽ ഒരു നമ്പർ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ മനസ്സിൽ നിങ്ങൾ തിരഞ്ഞെടുക്കുക. ശത്രുക്കൾ എത്ര ശക്തരാണ് എങ്കിലും അവർക്ക് മേൽ വിജയങ്ങൾ നേടണം എന്നും, ജീവിതത്തിൽ ഏറ്റവും അനുകൂലമായ കാര്യങ്ങൾ തടസ്സങ്ങൾ കൂടാതെ ജീവിതത്തിൽ സംഭവിക്കണം എന്ന പ്രാർത്ഥനയോടെ തന്നെ നിങ്ങൾ ഒരു നമ്പർ തിരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഏവരും ഇപ്രകാരം പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഒരു നമ്പർ തിരഞ്ഞെടുക്കുക. ഏവരും ഒരു നമ്പർ തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഏവരും ഒരു നിമിഷം സാക്ഷാൽ മുരുകസ്വാമിയെ വന്ദിക്കണം. ഓം അജദ്ഗുരേ നമഃ എന്ന് കമന്റായി രേഖപ്പെടുത്തി ഏവരും വന്ദിക്കൂ. അപ്പോൾ ആദ്യത്തെ നമ്പറായ 1 നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ 1 ബന്ധപ്പെട്ട ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. 1ാമത്തെ നമ്പർ തിരഞ്ഞെടുത്തവരുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് ശത്രുക്കളുണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. എന്നാൽ ഒരുപാട് ശത്രുക്കൾ ഉണ്ടാകണം എന്നില്ല. എന്നാൽ ശത്രുക്കൾ ഉണ്ട് എന്നതും വാസ്തവമാണ്. ഇവരുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഈ ശത്രു വളരെ ശക്തയായ ഒരു വ്യക്തിയാണ് എന്ന് കാണുന്നു. ഇവർ നിങ്ങളെ ചതിക്കുന്നതായ, അല്ലെങ്കിൽ പുറമേ ചിരിച്ച് നിങ്ങളെ ചതിക്കുന്നതായ ഒരു സാഹചര്യമുണ്ട് എന്നതാണ് വാസ്തവം. പല കാര്യങ്ങളും മനസ്സിൽ കൊണ്ട് നടക്കുന്നവരാണ്. നിങ്ങളോട് പല വിധത്തിലും പകയുണ്ട് എന്ന് കാണുവാനായി സാധിക്കുന്നു. ആ പക മനസ്സിൽ കൊണ്ട് നടക്കുന്നവരാകാം. മനസ്സിൽ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിഷം കൊണ്ട് നടക്കുന്നവരാകാം. അതിനാൽ തന്നെ പല കാര്യങ്ങളും നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയോ തെറ്റായ കാര്യങ്ങളിലേക്ക് നയിക്കുകയോ നിങ്ങളുടെ വിജയങ്ങൾക്ക് തടസ്സങ്ങൾ സൃഷ്ടിക്കുവാനും പരാജയങ്ങൾ ഉറപ്പാക്കുവാനുമായി ഇവർ പലവിധ ശ്രമങ്ങൾ നടത്തുകയും അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് എന്നതാണ് വാസ്തവം. അത് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവവേദ്യമാകുന്ന സാഹചര്യമാണ് ഉള്ളത്. പല കാര്യങ്ങളും പ്രവർത്തിക്കണം എന്നുണ്ട്, എന്നാൽ അത് സാധിക്കാത്തതായ സാഹചര്യം. ഉയർച്ച ഉണ്ടാകുന്നു എങ്കിൽ പോലും അത് നിലനിൽക്കാത്തതായ സാഹചര്യം. പണം വരുന്നു പോകുന്നു എന്നതാണ് അവസ്ഥ. കാരണം പണം കയ്യിൽ നിൽക്കാത്തതായ ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നതാണ് വാസ്തവം.
ഈ സമയം തീർച്ചയായും നിങ്ങൾ ചെയ്യേണ്ടതായ കാര്യങ്ങളിൽ ഒന്ന്, മുടക്കം കൂടാതെ നിങ്ങൾ സാക്ഷാൽ മുരുകസ്വാമിയെ പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. മുരുകസ്വാമിയെ നിത്യവും പ്രാർത്ഥിക്കുന്നതോടൊപ്പം മുരുക മന്ത്രങ്ങൾ നിത്യവും ജപിക്കേണ്ടതുമാണ്. കൂടാതെ 21 ദിവസം മുടക്കം കൂടാതെ ഇപ്രകാരം മന്ത്രം ജപിക്കണം. കൂടാതെ മുരുക ക്ഷേത്രത്തിലെ ഭസ്മം അണിയുന്നതും വളരെ വിശേഷം തന്നെയാണ്. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കുന്നതാണ്. ഈ സമയം തീർച്ചയായും ഇത്തരം കാര്യങ്ങൾ മുൻകൂട്ടി, അതായത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നതായ കാര്യങ്ങൾ, പ്രവർത്തിക്കാൻ ചിന്തിക്കുന്നതായ കാര്യങ്ങൾ മുൻകൂട്ടി പറയാതിരിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ നമ്പർ തിരഞ്ഞെടുത്തവരുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ ഇപ്രകാരമാണ്. രണ്ടാമത്തെ നമ്പർ തിരഞ്ഞെടുത്തവരുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ശത്രുശല്യം, ശത്രുത അനുഭവിക്കുന്നവരാണ് എന്ന് തന്നെ നിങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അത് നിങ്ങളുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് പോലും സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് കാണുന്നു. കുടുംബത്തിനകത്തും പുറത്തും ശത്രുക്കളുള്ള വ്യക്തികൾ തന്നെയായി നിങ്ങളെ പരാമർശിക്കുവാൻ സാധിക്കും. കാരണം കുടുംബത്തിന് ഉള്ളിൽ തന്നെ പല വ്യക്തികളും നിങ്ങൾക്ക് എതിരായി ഭവിക്കുന്നു എന്നതാണ് വാസ്തവം. അത് കുടുംബത്തിലെ ഒരു ബന്ധുവുമായി ബന്ധപ്പെട്ടാകാം. കൂടാതെ ഈ സമയം മനസമാധാനം ലഭിക്കാത്തതായ ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. മനസമാധാനം നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യം, നിങ്ങളുടെ പ്രവൃത്തികൾ, അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ഗുണകരമല്ലാത്തതായ സാഹചര്യമുണ്ട്. പലപ്പോഴും നിങ്ങളുടെ വാക്കുകൾ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുന്നതായ സാഹചര്യം, അല്ലെങ്കിൽ പലരും മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുവാൻ അത് ഉപയോഗപ്പെടുത്തുന്നു എന്നതാണ് വാസ്തവം. അത് ശത്രുതയ്ക്ക് കാരണമായി തീരുന്ന ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നത് വാസ്തവമാണ്. നിങ്ങൾ ഒരു നിമിഷം അറിയാതെ പറഞ്ഞു പോകുന്ന പ്രവൃത്തികൾ, വാക്കുകൾ, അത്തരം കാര്യങ്ങൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ദോഷകരമായി ഭവിക്കുന്ന സാഹചര്യമുണ്ട്. അതിനാൽ തീർച്ചയായും ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കി തന്നെ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. മറ്റുള്ളവരുടെ ശത്രുതയ്ക്ക് കാരണമാകുന്ന പല കാര്യങ്ങളും സംഭവിച്ച് പോയിട്ടുണ്ട് എന്നത് വാസ്തവമാണ്. ഈ സമയം ചില ശത്രുക്കളെ തിരിച്ചറിയുവാൻ സാധിക്കുകയും ചെയ്യും. എന്നാൽ ഈ ശത്രുശല്യം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുവാനായി നിങ്ങൾ തീർച്ചയായും ചില കാര്യങ്ങൾ നടത്തുന്നത്, വഴിപാടായി നടത്തുന്നത് ഉത്തമമാണ്. നിങ്ങൾ മുരുകക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് വളരെ വിശേഷമാണ്. ഭഗവാന്റെ ഭസ്മം, മുരുകസ്വാമിയുടെ ഭസ്മമണിഞ്ഞ് പുറത്തേക്ക് പോകുന്നതും, കൂടാതെ ചുവന്ന പുഷ്പങ്ങൾ ഭഗവാന് അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും നിങ്ങൾക്ക് ഗുണകരമായി തീരും. ഈ സമയം തീർച്ചയായും പല പ്രശ്നങ്ങളിൽ നിന്നും, അനുഭവിച്ചു പോരുന്ന ആ പ്രയാസങ്ങളിൽ നിന്നും പുറത്തേക്ക് കടക്കുവാനും ഒരു മോചനവും സാധ്യമാകുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ്. അതിനാൽ തീർച്ചയായും ഈ സമയം ഈ കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകണം. പ്രധാനമായും നിങ്ങൾ ഈ സമയം ചെയ്യുന്നതായ കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നതായ കാര്യങ്ങൾ മുൻകൂട്ടി പലരോടും പറയണം എന്ന ചിന്ത വരാം. എന്നാൽ അത് പാടുള്ളതല്ല. നിങ്ങൾ നിങ്ങളുടെ അവസരങ്ങൾ വിനിയോഗിച്ച് തന്നെ മുന്നോട്ട് പോവുക. പുറമെ പല കാര്യങ്ങളും, ചില കാര്യങ്ങൾ മറച്ചു വയ്ക്കേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യവും ഓർക്കുക. മൂന്നാമത്തെ നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ ഇപ്രകാരമാണ്. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നിങ്ങളുടെ ദൃഷ്ടിയിൽ നിന്നും പലപ്പോഴും, അല്ലെങ്കിൽ പല കാര്യങ്ങളും അകന്നു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. പല കാര്യങ്ങളെയും നിങ്ങൾക്കൊപ്പം നിർത്തണം, സംരക്ഷിച്ച് നിർത്തണം എന്ന് ആഗ്രഹിച്ചാൽ പോലും അതിന് സാധിക്കാത്തതായ അവസ്ഥ. എന്നാൽ ഈ സമയം ഭഗവാൻ തന്നെ നിങ്ങളെ സംരക്ഷിച്ച് നിർത്തും എന്നതാണ് വാസ്തവം.
ഭഗവാന്റെ സാന്നിധ്യം, സാക്ഷാൽ മുരുകസ്വാമിയുടെ സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിൽ കൃത്യമായി അനുഭവിച്ചറിയുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരും എന്നതാണ് വാസ്തവം. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് വിഷമതകളുണ്ട് എന്നത് വാസ്തവമാണ്. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ദുഃഖങ്ങളോ വിഷമതകളോ അനുഭവിക്കുന്നവരാകാം. പല കാരണങ്ങൾ കൊണ്ടും മക്കളെയോ സഹോദരങ്ങളെയോ വേണ്ടപ്പെട്ടവരെയോ, അതായത് കുടുംബത്തിലെ അംഗങ്ങളെയോ നിങ്ങൾക്കെതിരാക്കി തീർക്കുന്നതായ സാഹചര്യം, അല്ലെങ്കിൽ അത്തരം ശ്രമങ്ങൾ പലരും നടത്തുന്നതായ സാഹചര്യമുണ്ട് എന്നത് വാസ്തവമാണ്. നിങ്ങൾക്ക് ചുറ്റും അത്തരം ചില കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. അതായത് പലരും തെറ്റായ രീതിയിലുള്ള ശ്രമങ്ങൾ നിങ്ങൾക്കെതിരെ നടത്തുന്നതായ സാഹചര്യമുണ്ട്. ഈ സമയം പല കാര്യങ്ങൾ നിങ്ങൾ നിർത്തുവാൻ ശ്രമിക്കുന്നു എങ്കിലും സാധിക്കുന്നില്ല എന്നത് വാസ്തവമാണ്. ശത്രുക്കൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട് എന്നത് വാസ്തവമാണ്. അതിനാൽ നിങ്ങൾക്ക് സമാധാനത്തോടെ മുന്നോട്ട് പോകുവാൻ സാധിക്കാത്തതായ സാഹചര്യമുണ്ട് എന്നതും വാസ്തവം തന്നെയാണ്. സമാധാനം നഷ്ടപ്പെടുന്നതായ സാഹചര്യം. സന്തോഷത്തോടെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. എന്നാൽ നിങ്ങൾക്കതിന് സാധിക്കുന്നില്ല. പലവിധ ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരുന്നു. ശത്രുക്കളുമായി ബന്ധപ്പെട്ടും ഈ സമയം നിങ്ങളുടെ ജീവിതം വളരെ വിഷമകരമായ ഒരു അവസ്ഥയിൽ തന്നെയാണ്. പലരും നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ കാര്യങ്ങൾ തട്ടിയെടുക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഗുണാനുഭവങ്ങൾക്ക് തടസ്സം, വിഘാതം സൃഷ്ടിക്കുകയോ ചെയ്യുന്ന സാഹചര്യമുണ്ട്. നിങ്ങളുടെ സന്തോഷം, ഉയർച്ച കാണാൻ ആഗ്രഹിക്കാത്തവരുണ്ട് എന്നത് വാസ്തവമാണ്. എന്നാൽ നിങ്ങൾ ചെയ്യേണ്ടതായ കാര്യം പരിഹാരമാണ് എന്ന് തന്നെ പരാമർശിക്കാം. 41 ദിവസം ശുദ്ധിയോടെ, ശരീരശുദ്ധിയോടെയും മനഃശുദ്ധിയോടെയും നിങ്ങൾക്ക് മുരുകനാമം ജപിക്കാവുന്നതാണ്. സ്ത്രീകളാണ് എങ്കിൽ പീരീഡ്സ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വീണ്ടും നാമജപം തുടരാവുന്നതാണ്. കൂടാതെ മുരുകക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഭസ്മം അണിയുന്നതും, നിത്യവും ഭസ്മമണിഞ്ഞ് ശരീരശുദ്ധിയോടെയും മനഃശുദ്ധിയോടെയും ഭസ്മമണിഞ്ഞ് ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും നിങ്ങൾക്ക് രക്ഷയായി തീരും എന്നുള്ളതാണ്. 4ാമത്തെ നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ ഇപ്രകാരമാണ്. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ ശത്രു ഉണ്ട് എന്നത് വാസ്തവമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ദോഷകരമായ ഒരു ശത്രു നിങ്ങൾക്കുണ്ട്. അതൊരു വ്യക്തി തന്നെയാകണം എന്നില്ല. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിങ്ങളും ചില സമയങ്ങളിൽ നിങ്ങളെ ശത്രുവായി മാറുന്നു എന്നത് വാസ്തവമാണ്. ചില കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുന്നു എങ്കിലും ആത്മവിശ്വാസക്കുറവ് നിങ്ങളെ വളരെയധികം ബാധിക്കുന്ന സാഹചര്യമുണ്ട്. ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കാണുന്നു. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് അലസത ബാധിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. അലസത നിങ്ങൾക്ക് ബാധിക്കുകയും ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകാം, എന്നാൽ പിന്നീട് ചെയ്യണം എന്ന ചിന്തയാൽ അത് ഒഴിവാക്കുകയും എന്നാൽ പിന്നീട് ആ അവസരം നഷ്ടമാവുകയോ ചെയ്യുന്ന സാഹചര്യമുണ്ട്. പിന്നീട് അതേക്കുറിച്ച് ഓർത്ത് അല്ലെങ്കിൽ ചില കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് വീണ്ടും ദുഃഖിക്കുന്നതായ സാഹചര്യമുണ്ട്. നിങ്ങളുടെ വളർച്ചയെ തടയുന്നതിന് ഇതും ഒരു കാരണമാകാം എന്നുള്ളതാണ്. എന്നാൽ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ മറ്റു ചില വ്യക്തികളുമുണ്ട്. നിങ്ങളുടെ ഉയർച്ചയ്ക്ക് വിഘാതം സൃഷ്ടിക്കണം, നിങ്ങൾ ഉയരരുത് എന്ന് ചിന്തിക്കുന്ന വ്യക്തികളുമുണ്ട്. അത്തരത്തിൽ ആഗ്രഹിക്കുന്ന സാഹചര്യം പലർക്കുമുണ്ട് എന്ന് കാണുന്നു. എന്നാൽ നിങ്ങൾ പലപ്പോഴും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന സാഹചര്യമുണ്ട്. ചില കാര്യങ്ങൾ തെറ്റാണ് എന്ന ചിന്തയുണ്ട് എങ്കിലും
തിരുത്തപ്പെടുവാൻ സാധിക്കാതെ മുന്നോട്ട് പോകുന്ന സാഹചര്യം, അതായത് ശത്രുക്കളുടെ ഇഷ്ടത്തിനനുസരിച്ച് മുന്നോട്ട് പോകുന്ന സാഹചര്യമുണ്ട്. അത് നിങ്ങൾക്ക് ദോഷമായി ഭവിക്കും. കഠിനാധ്വാനം ചെയ്യുവാൻ സാധിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ. നിങ്ങൾക്ക് കഴിവുണ്ട് എന്നതും മറ്റൊരു പ്രധാന കാരണമാണ്. കഴിവുണ്ട്, അത് കൃത്യമായി വിനിയോഗിക്കുവാൻ സാധിക്കുന്നില്ല എന്നത് ജീവിതത്തിലെ ഒരു വിഷമകരമായ സാഹചര്യമാണ്. ഈ സമയം തീർച്ചയായും അലസത, അത് അവർ മൂലം ഉണ്ടാകുന്ന അലസതയുമാകാം. അത്തരം ചില കാര്യങ്ങൾ നിങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. ഭഗവാനെ നിത്യവും വിളക്ക് വെച്ച് ആരാധിക്കുന്നതും പ്രത്യേകിച്ചും ചുവന്ന പുഷ്പങ്ങൾ ഭഗവാന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ഗുണകരമാണ്. കൂടാതെ ഭഗവാനെ നിങ്ങൾ ദർശനം നടത്തേണ്ടതായിട്ടുണ്ട്. അടുത്തുള്ള മുരുക ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഭസ്മം അണിയുന്നതും നിത്യവും അണിയുന്നതും ഗുണകരമായി തീരും. ഭഗവാന്റെ ഒരു സംരക്ഷണ കവചം നിങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ്. തീർച്ചയായും ഈ സമയം ധൈര്യം നഷ്ടമാകാൻ പാടുള്ളതല്ല. ധൈര്യത്തോടെ തന്നെ ഈ സമയം നിങ്ങൾ മുന്നേറേണ്ടതായിട്ടുണ്ട്. 5ാമത്തെ നമ്പർ അഥവാ അവസാനത്തെ നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ വലിയ മാറ്റങ്ങൾ, അവസരങ്ങൾ ജീവിതത്തിൽ വന്ന് ചേരേണ്ടവർ തന്നെയാണ്. എന്നാൽ പലപ്പോഴും അത് സാധ്യമാകുന്നില്ല എന്നത് വാസ്തവം തന്നെയാകുന്നു. കാരണം പലരും നിങ്ങളുടെ അവസരങ്ങൾ തട്ടിയെടുക്കുന്ന സാഹചര്യങ്ങൾ പോലുമുണ്ട് എന്നതും വാസ്തവമാണ്. അതിലൊരു മാറ്റം സംഭവിക്കാവുന്ന സാഹചര്യം ജീവിതത്തിലുണ്ട്. പല മാറ്റങ്ങളും സംഭവിക്കാം. ഈ സമയം പല വ്യക്തികളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്കൊരു ദോഷകരമായ സാഹചര്യമുണ്ട്. പലരുടെയും ദൃഷ്ടിദോഷം നിങ്ങളുടെ ജീവിതത്തിൽ ബാധിച്ചിട്ടുണ്ട്. കണ്ണേറ് ദോഷം നിങ്ങൾക്ക് ബാധിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളിൽ ഒരു ഉയർച്ച സിദ്ധിക്കാത്തതായ ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. അത് മറികടക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. കാരണം ഇത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ദോഷകരമായി തീരും. അതിനാൽ പരിഹാരമായി നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്നത് കടുക്, മുളക്, ഉപ്പ് എന്നിവ തലയ്ക്കുഴിഞ്ഞ് കത്തിക്കുന്നത് അല്ലെങ്കിൽ ശരീരം മുഴുവനായി ഒഴിഞ്ഞ് കത്തിക്കുന്നത് നിങ്ങൾക്ക് ഗുണകരമായി തീരും. ഈ സമയം നിങ്ങൾക്ക് പുതിയ അവസരങ്ങൾ കടന്നു വരുന്ന ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നതാണ് വാസ്തവം. അത് തീർച്ചയായും നിങ്ങൾക്ക് സാധിക്കാവുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സമയം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ബാധിച്ചിട്ടുള്ള നെഗറ്റീവായ ഊർജങ്ങൾ അത് ഒഴിവാക്കി തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളിലും ഒരു പ്രതിസന്ധി വന്നാൽ പോലും ഭഗവാൻ ഒപ്പമുണ്ട് എന്ന ചിന്തയോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതും അനിവാര്യം തന്നെയാണ്. ഈ സമയം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാൻ കൂടെയുണ്ട് എന്ന കാര്യം നിങ്ങൾ മറക്കരുത്. നിങ്ങൾ എത്ര തന്നെ വിഷമസന്ധിയിലാണ് എങ്കിലും അതിനെ തരണം ചെയ്യുവാനുള്ള അവസരം തന്നെയാണ് ഭഗവാൻ നിങ്ങളിലേക്ക് നൽകുക. അതിനാൽ തീർച്ചയായും ഈ സമയം ഒരു വ്യക്തി നിങ്ങൾക്കെതിരെ നിൽക്കുന്നു എന്നതുകൊണ്ട് നിങ്ങൾ തളരേണ്ടതായ സാഹചര്യമില്ല. നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ, കർമ്മങ്ങൾ കൃത്യമായി അനുഷ്ഠിക്കണം. ആലസ്യം നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. ആരുടെയും കാര്യങ്ങളിൽ അനാവശ്യമായ ഒരു ഇടപെടൽ നടത്തരുത് എന്ന കാര്യം ഓർക്കുക. ഏത് കാര്യവുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. ഉത്തരവാദിത്തങ്ങളിൽ നിന്നും മാറി നിൽക്കുവാൻ പാടുള്ളതല്ല. ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകണം. പല കാര്യങ്ങളിലും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതല്ല സംഭവിക്കുന്നത് എന്നതും വാസ്തവം തന്നെയാണ്. എന്നാൽ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും തകർച്ച എപ്പോഴും ഉണ്ടാകണം എന്നില്ല. തീർച്ചയായും ഭഗവാൻ ഒപ്പമുണ്ട്. അതിനാൽ തീർച്ചയായും ഈ സമയം ഭഗവാന്റെ അനുഗ്രഹം സ്വീകരിച്ചു തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം. മുരുക ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഭസ്മം അണിയുന്നതും കൂടാതെ ചുവന്ന പുഷ്പങ്ങൾ ഭഗവാന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും നിങ്ങൾക്ക് ഗുണകരമായ ഫലങ്ങൾ നൽകും.
ഷഷ്ടിവ്രതം കൂടി അനുഷ്ഠിക്കുവാൻ സാധിക്കുകയാണ് എങ്കിൽ ഏറ്റവും വിശേഷം. സാധിക്കുന്നവർ ആ കാര്യം കൂടി ചെയ്യുക.